അസ്ലമോയമാണ് സെൻട്രൽ ഏഷ്യൻ യാത്രയുടെ സെൻട്രൽ ഏഷ്യൻ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യുമെന്നതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഏകദേശം ഒരു പ്ലാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ യാത്ര കസാക്കിസ്ഥാനിൽ കിർഗിസ്ഥാനിൽ ഉസ്ബെക്കിസ്ഥാൻ പിന്നെ തജിക്കിസ്ഥാനിലേക്കാണ് പോയത്. ആ രീതിയിലാണ് നമ്മൾ വിസയും ഇവിടെ ചാർട്ട് ചെയ്തിട്ടുള്ളത്. കസാക്കിസ്ഥാനിൽ 14 ദിവസത്തെ ഫ്രീ ആണ് വിസ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന്. അത് 150 ദിവസത്തിനുള്ളിൽ 3 എൻട്രി നമുക്കുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ പറ്റും. ഇനി കിർഗിസ്ഥാൻ ആണെങ്കിൽ നമുക്ക് 2 വിസയാണുള്ളത്, ട്രാൻസിറ്റ് വിസ, ടൂറിസ്റ്റ് വിസ. കസാക്കിസ്ഥാനിൽ ഒന്നും വേണ്ട, പാസ്പോർട്ട് എടുത്തിട്ട് നമ്മൾ എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ എൻട്രി അടിച്ചു തരും, വേറെ പൈസയോ ഒരു പ്രാവശ്യവും വേണ്ട, അത് നിങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ്. ഇനി കിർഗിസ്ഥാൻ ആണെങ്കിൽ ട്രാൻസിറ്റ് വിസയുണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റ് വിസയുണ്ട്. ട്രാൻസിറ്റ് വിസ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസ രണ്ടും അപ്ലൈ ചെയ്യേണ്ട സൈറ്റാണ് www.evisa.e-gov.kg. ഇത് 50 days ആണ് ട്രാൻസിറ്റ് വിസ വരുന്നത്. $26 പാസ്പോർട്ട് വേണം, അതുപോലെ തന്നെ ഫോട്ടോ വേണം, അതുപോലെ തന്നെ ഫസ്റ്റ് കൺട്രിയിൽ നിന്ന് സെക്കൻഡ് കൺട്രിയിലേക്കും, അതായത് സെക്കൻഡ് കൺട്രിയിൽ നിന്ന് തേർഡ് കൺട്രിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് വേണം. 5 to 7 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് നമുക്ക് ട്രാൻസിറ്റ് വിസ കിട്ടും. ഇനി ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ 30 മുതൽ 60 ദിവസം വരെയുള്ള ടൂറിസ്റ്റ് വിസയുണ്ട്. അതിന് $52 വരും, $52 30 ദിവസത്തെ വരുന്നുണ്ട്. പിന്നെ ഇൻവിറ്റേഷൻ ലെറ്ററും കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യണം. ഇൻവിറ്റേഷൻ ലെറ്റർ നമ്മൾ ഏതെങ്കിലും ട്രാവൽ ഏജൻസിന് ചോദിക്കുമ്പോൾ $100 ചോദിക്കുന്നുണ്ട്. അതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഈ ട്രാൻസിറ്റ് വിസയിൽ 5 ദിവസം കവർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അങ്ങനെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ കിർഗിസ്ഥാൻ ട്രാൻസിറ്റ് വിസ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾ കാണാം. www.evisa.e.gov.kg എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ സെലക്ട് പാസ്പോർട്ട് കൺട്രി എന്നുള്ളൊരു ഓപ്ഷൻ വരും. അവിടെ നമ്മുടെ ഇന്ത്യ എന്നുള്ള നമ്മുടെ ഇന്ത്യൻ ആണല്ലോ, സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡർ ആണെങ്കിൽ ഇന്ത്യ എന്ന് എഴുതുക. പിന്നെ നമ്മുടെ പാസ്പോർട്ട് കാറ്റഗറി ഓർഡിനറി, അത് ഡിപ്ലോമാറ്റ് ആണെങ്കിൽ അങ്ങനെ. ഇനി ഇവിടെയാണ് ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ട്രാൻസിറ്റ് വിസയാണ് എടുക്കുന്നത്. ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ ടൂറിസ്റ്റ് വിസ എടുക്കാം, അത് നമുക്ക് 30 days ഉണ്ട്. നമ്മൾ എടുക്കുന്നത് ട്രാൻസിറ്റ് വിസയാണ്. അത് സിംഗിൾ എൻട്രി ഉണ്ട്, മൾട്ടിപ്പിൾ എൻട്രി ഉണ്ട്. സിംഗിൾ എൻട്രിക്ക് 5 days ആണ് വരുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. സിംഗിൾ എൻട്രി അവിടെ കൊടുക്കുമ്പം ഏകദേശം $25.7 ആണ് സിംഗിൾ എൻട്രി വിസയ്ക്ക് വരുന്നത്. ഇവിടെ നമ്മൾ ആ ക്യാപ്ച അടിച്ച് നേരെ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ നമ്മുടെ ആപ്ലിക്കേഷൻ ഫോർ വിസ എന്നുള്ള ഒരു ടാബ് തുറന്നു വരും. അവിടെ നമ്മുടെ സർനെയിമും നമ്മുടെ നെയിമും മിഡിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കൃത്യമായിട്ട് അടിച്ചു കൊടുക്കണം. കാരണം വിസയാണ്. വിസ ശരിക്കും നമ്മുടെ പാസ്പോർട്ടായിട്ട് ചെക്ക് ചെയ്തിട്ടായിരിക്കും എംബസിയിൽ നിന്നും അതുപോലെ തന്നെ നമ്മുടെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പോൾ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ്, പാസ്പോർട്ട് എക്സ്പെഡീഷൻ ഡേറ്റ്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ തെറ്റാതെ തന്നെ കൊടുക്കുക. ജെൻഡർ ഡീറ്റെയിൽസ്, മെയിൽ, അതുപോലെ തന്നെ മെയിൽ അഡ്രസ്സ് കൃത്യമായിട്ട് കൊടുക്കണം. ഇതിലേക്കൊരു മെയിൽ വരും, അപ്പം ഇതുമായിട്ട് മെയിൽ കമ്മ്യൂണിക്കേഷൻ പിന്നീട് എപ്പോഴും ഉണ്ടാകുക. അപ്പം മെയിൽ കൃത്യമായിട്ട് കൊടുക്കുക. ചെക്ക് യുവർ മെയിൽ എന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ മെയിൽ വരും. ആ മെയിലിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് നമ്പർ വരും. ആ റെഫറൻസ് നമ്പർ എടുത്ത് അടുത്ത പേജിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് 3ാമത്തെ ഓപ്ഷനിലേക്ക് പോയി. അവിടെയാണ് നമ്മുടെ കോൺടാക്റ്റ് നമ്പർ, നമ്മുടെ കോൺടാക്റ്റ് ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. നമ്മുടെ സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഇമെയിൽ അഡ്രസ്സ്, എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ഇൻഫർമേഷൻ ഓഫ് ദ ഇൻവൈറ്റിംഗ് പ്രോപ്പർട്ടി. നമുക്ക് ഇൻവിറ്റേഷൻ അവിടെ ഇല്ല ആരും, പക്ഷെ നമ്മൾ ഇവിടെ ഞാനൊരു അഡ്രസ്സ് ഇവിടെ എഴുതുന്നുണ്ട്. ആ അഡ്രസ്സ് നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്ത് നോക്കുക. 1 travel bar NPHN ആ നമ്പർ എടുത്തത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ കിർഗിസ്ഥാനിൽ എവിടെയാണ് താമസിക്കുന്നത്, ക്യാംലെറ്റ് ഹോട്ടലാണ് നമ്മൾ താമസിച്ചത്, ഏതെങ്കിലും ഒരു സ്ഥലം കൊടുത്താൽ മതി. അപ്പോൾ ക്യാംലെറ്റ് ഹോട്ടൽ നമ്മൾ ബുക്കിംഗ് റിസർവേഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം ക്യാംലെറ്റ് ഹോട്ടൽ കൊടുക്കുക. പർപ്പസ് ഓഫ് വിസിറ്റ്, നമ്മൾ കസാക്കിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകുന്ന വഴി കിർഗിസ്ഥാൻ ടച്ച് ചെയ്യണം, അതാണ് ട്രാൻസിറ്റ് വിസ. അപ്പോൾ ട്രാൻസിറ്റ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് എഴുതുക. അതിന് പ്ലാൻഡ് ഡേറ്റ് ഓഫ് എൻട്രി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്നാണ് കിർഗിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഡേറ്റ് കൃത്യമായിട്ട് ഇവിടെ കൊടുക്കണം. 5 ദിവസത്തേക്കാണ് കിട്ടുക എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്ന ഡേറ്റ് 5 ദിവസം സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാവ് യു എവർ വിസിറ്റഡ് കിർഗിസ്ഥാൻ ഇൻ ലാസ്റ്റ് ഇയർ, നോ എന്ന് എഴുതുക. നോട്ട് ആപ്ലിക്കബിൾ എന്ന് വെച്ചിട്ട് നെക്സ്റ്റ് അടിക്കുക. അടുത്ത പേജിലേക്ക് പോവാണ്. ഇവിടെയാണ് നമ്മുടെ ഫോട്ടോ. മെയിനായിട്ട് വേണ്ടത് ഫോട്ടോ, അതുപോലെ തന്നെ പാസ്പോർട്ട്, അതുപോലെ തന്നെ കിർഗിസ്ഥാൻ വിസയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് 1ാമത്തെ കൺട്രിയിൽ നിന്ന് 2ാമത്തെ കൺട്രിയിൽ, അതായത് കിർഗിസ്ഥാനിലേക്ക് എൻട്രി ചെയ്യുന്ന ടിക്കറ്റ്, കിർഗിസ്ഥാനിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക് എൻട്രി ചെയ്യുന്ന ടിക്കറ്റ്, ഇത് നിർബന്ധമായിട്ട് വേണം. അല്ലെങ്കിൽ അത് അവർ റിട്ടേൺ അടിച്ചു കൊടുക്കും. ഇനി 3ാമത്തെ കൺട്രീൻ്റെ വിസയും ഉണ്ടെങ്കിൽ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഉസ്ബെക്കിസ്ഥാൻ വിസ അപ്ലൈ ചെയ്ത് അത് കിട്ടിയെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ 1ാമത്തെ കൺട്രിയിൽ നിന്ന് 2ാമത്തെ കൺട്രിയിലേക്ക് പോകുന്നതും 2ാമത്തെ കൺട്രിയിൽ നിന്ന് 3ാമത്തെ കൺട്രിയിലേക്ക് പോകുന്ന ടിക്കറ്റ്, അത് ഡമ്മി ടിക്കറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കിയത് അങ്ങനെ ഒരു ടിക്കറ്റാണ്. അതൊരു പിന്നെ കസാക്കിസ്ഥാനിൽ നിന്ന് ബിഷ്കേക്ക് എന്നുള്ള എയർപോർട്ടിലേക്ക് എത്തുന്ന, ബിഷ്കേക്കിൽ നിന്ന് താഷ്കന്തിലേക്ക് പോകുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഫോട്ടോ മറ്റുള്ള സൈസൊക്കെ വളരെ ചെറുതായിരിക്കണം, അല്ലെങ്കിൽ എറർ വന്നുകൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ ഏറ്റവും ഏത് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ സൈസിലുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഈ പിന്നെ അഡീഷണൽ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്റർ നമുക്കില്ല,
അവിടുത്തെ റിസർവേഷനും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ടാബിലേക്ക് പോകും. ഇവിടെ നമ്മൾ അപേക്ഷിച്ച നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാ ഡീറ്റെയിലും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. എപ്പോഴാണ് നമ്മുടെ ഡേറ്റ് ഞാൻ ഒരു റഫായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ വെരിഫൈ ചെയ്യുക നമ്മൾ കൊടുത്തതൊക്കെ സെറ്റാണോ എന്നുള്ളത്. എന്നിട്ട് കൺഫേം ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ കൺഫേമായി സബ്മിറ്റഡ് ആവും. കൺഫേം ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പേയ്മെൻറ്റ് പേജിലേക്കാണ് പോകുന്നത്. പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് നമ്മൾ ആ ഡോളർ കൊടുത്ത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മളെ കാർഡിൽ ആക്ടിവേറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ഡാറ്റ വന്ന് നമ്മുടെ സബ്മിറ്റഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. പിന്നെ നമുക്ക് വിസ 2-3 ദിവസം കൊണ്ട് കിട്ടും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് ട്രിക്കിയാണ് ഇവരുടെ വിസ കിട്ടുക എന്നുള്ളത്. ട്രാൻസിറ്റ് വിസ കിട്ടുകയാണെങ്കിലും കുറേ പ്രാവശ്യം ഇവർക്ക് മെയിൽ അയക്കേണ്ടി വരും. അപ്പം നിങ്ങളെപ്പോഴും റഷ്യൻ ഭാഷയിൽ അയക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ എൻട്രി ഡേറ്റും എക്സിറ്റ് ഡേറ്റും കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ ടിക്കറ്റ് എൻട്രി അതുപോലെ എക്സിറ്റ് ടിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വിസ കൂളായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ശ്രമിക്കുക. കിർഗിസ്ഥാൻ ട്രാൻസിറ്റ് വിസ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, കിർഗിസ്ഥാൻ എംബസിയിൽ നിന്ന് വിസ കിട്ടാൻ വേണ്ടി കുറച്ച് പാടുണ്ട്. പലപ്പോഴും നമ്മുടെ മെയിലിലേക്ക് കമ്മ്യൂണിക്കേഷൻ വരും. നിങ്ങളെപ്പോഴും റഷ്യൻ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് അടിക്കുക, എന്നിട്ട് ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് റഷ്യ ആക്കി അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ വിസയാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരെ കിർഗിസ്ഥാനിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് പോയത്. ഉസ്ബെക്കിസ്ഥാനിൽ ട്രാൻസിറ്റ് വിസ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന് 5 ദിവസമാണ് നമ്മൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസന് ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡറിന് 5 ദിവസത്തെ ട്രാൻസിറ്റ് വിസ ഫ്രീ ഉണ്ട്. പലപ്പോഴും കിർഗിസ്ഥാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല, നേരെ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കസാക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിലാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടുക. ഉസ്ബെക്കിസ്ഥാനിൽ താഷ്കന്തിൽ നിന്ന് ദുഷാംബയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ 5 ദിവസത്തെ വിസൻ്റെ പൈസ ലാഭിക്കാൻ പറ്റും. ഒറ്റൊരു കാര്യം ഓർക്കുക, നിങ്ങൾ ഈ 5 days ട്രാൻസിറ്റ് വിസ ഓൺലി അപ്ലിക്കബിൾ ഇൻ എയർപോർട്ട് ട്രാൻസ്ഫർ മാത്രമാണ്. ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് കിട്ടൂ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ റിസ്ക് എടുക്കുന്നില്ല. 30 days വിസയാണ് എടുക്കുന്നത്. അങ്ങനെയെങ്കിൽ $20 വേണം. പാസ്പോർട്ടും ഫോട്ടോ മാത്രം മതി. 5 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ വിസ കിട്ടും. അതെങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക. ഉസ്ബെക്കിസ്ഥാൻ വിസ നമുക്കറിയാം. ഉസ്ബെക്കിസ്ഥാൻ സൈറ്റിൽ evisa.gov.us എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രി നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമുക്കറിയാം ഇന്ത്യ, സിറ്റിസൺഷിപ്പ്, ഡോക്യുമെൻ്റ് ടൈപ്പ് നമ്മളെന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചും മറ്റൊക്കെ ഡീറ്റെയിൽ ഇന്ത്യ കൊടുത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെൻ്റ് ടൈപ്പാണ്. അതിൽ ഓർഡിനറി പാസ്പോർട്ട്, വിസ ടൈപ്പ്, സിംഗിൾ എൻട്രി, മൾട്ടിപ്പിൾ എൻട്രി, ഡബിൾ എൻട്രി ഏതാണ് വേണ്ടത് സെലക്ട് ചെയ്യുക. പർപ്പസ് ഓഫ് വിസിറ്റ് ടൂറിസം. പിന്നെ അറൈവൽ ഡേറ്റ് നമ്മളൊരു 30 ദിവസത്തെ വിസയെ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഏതാ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാലും 30 ദിവസം രീതിയിലാണ് അവർ നമുക്ക് ചെയ്ത് തരിക. അപ്പോൾ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് കിട്ടുന്നൊരു വിസയാണ് ഉസ്ബെക്കിസ്ഥാൻ വിസ. അപ്പം അടുത്ത വരുന്നത് പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഇവിടെ നമ്മുടെ നെയിം, കാര്യങ്ങൾ, അതുപോലെ തന്നെ മിഡിൽ നെയിം, സർനെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ 2 പ്രാവശ്യം ശ്രദ്ധിക്കണം. കാരണം എവിടെയെങ്കിലും ഒരു മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ രാജ്യത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വരും. ഞാനിപ്പോൾ റഫായിട്ട് പല കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതേപോലെ ക്ലിക്ക് ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ബർത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാസ്പോർട്ടിൽ എന്താണോ ഉള്ളത്, നിങ്ങളുടെ പാസ്പോർട്ടാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. നിങ്ങളുടെ ആധാർ കാർഡോ മറ്റുള്ളതല്ല. പാസ്പോർട്ടിൽ എന്താണോ ഉള്ളത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. പ്രത്യേകിച്ചിട്ട് സർനെയിം കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചിട്ട് ഇനീഷ്യലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് പിന്നെ നമ്മളിവിടെ ആകെ കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട്. ഇത് മാത്രമാണ് ഉസ്ബെക്കിസ്ഥാനിൽ വേണ്ടു. ഫോട്ടോ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ സൈസിലുള്ള ഫോട്ടോസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ സെലക്ട് ഫോട്ടോ കൊടുക്കുമ്പോൾ തന്നെ ഷുഡ് ബി ലെസ് ദാൻ 1024 KB എന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചെറിയ ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിവിടെ പാസ്പോർട്ടിന് പകരം വേറൊരു സംഭവം വെറുതെ അറ്റാച്ച് ചെയ്ത് കാണിച്ചു തരികയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതിനെ കുറിച്ചിട്ടുള്ള. അപ്പോൾ ജസ്റ്റ് ആ പാസ്പോർട്ട് അതുപോലെ തന്നെ ഫോട്ടോ 2 അറ്റാച്ച് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആക്ടിവേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ആക്ടിവേഷൻ ഇത് വരും. നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊടുത്ത ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും. എന്താണ് ഡീറ്റെയിൽ, സർനെയിം എല്ലാം കൊടുത്തത്. ആക്ടിവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആക്ടിവേഷൻ എന്നുള്ളൊരു മെയിൽ നമ്മുടെ എന്താണ് മെയിൽ ഐ ഡിയിൽ കൊടുത്തത് ആ മെയിൽ ഐ ഡിയിലേക്ക് വരും. പിന്നെ ആ മെയിൽ ഐ ഡി പോയി കഴിഞ്ഞാൽ ആക്ടിവേഷൻ ലിങ്ക് ഉണ്ടാവും. അവിടെ എത്തിയിട്ടാണ് ബാക്കിയുള്ള പരിപാടി. അപ്പോൾ നേരെ നമ്മുടെ മെയിലിൽ പോയി ആക്ടിവേഷൻ ലിങ്ക് നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കൊരു കോഡുണ്ട്. ആ കോഡ് നമ്മൾ കോപ്പി ചെയ്യണം. ആ കോഡായിരിക്കും നമ്മുടെ ഫെർദർ റിസക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇമെയിൽ ID എഴുതുക. പിന്നെ നമ്മുടെ നമുക്ക് ആ കോഡ് വന്നില്ല, ആ കോഡും ഇവിടെ എഴുതി കഴിഞ്ഞാൽ പരിപാടി വളരെ സിമ്പിളാണ്. നെക്സ്റ്റ് നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോവും. പേയ്മെൻറ്റ് അടിച്ചിട്ട് നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ വിസ വളരെ സിമ്പിളായിട്ട് കിട്ടും. പേയ്മെൻറ്റ് അടക്കുന്നതിന് മുമ്പ് നമ്മൾ കൃത്യം ശ്രദ്ധിക്കുക, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നമ്മുടെ കാർഡിൽ ആക്ടിവേറ്റ് ആയെന്ന് നോക്കുക. നമ്മുടെ $20 ആണെങ്കിൽ $20 അടിച്ച് നമുക്ക് വിസ അപ്ലൈ ചെയ്യാം. ഒരു 5 ദിവസം കൊണ്ട് വിസ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് വിസ ഉണ്ടാകുക.
30 days വാലിഡിറ്റി, സിംഗിൾ എൻട്രി എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഇമിഗ്രേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. പെട്ടെന്ന് കിട്ടും വിസ, വേറെ ഒരു പ്രശ്നവുമില്ല. പാസ്പോർട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോ ഇത് മാത്രം കൊടുത്താൽ മതി. പിന്നെ $20 ആണെങ്കിൽ സിംഗിൾ എൻട്രി, 35 ആണെങ്കിൽ ഡബിൾ എൻട്രി. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ വിസ എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് കൃത്യമായിട്ട് കിട്ടും. ഉസ്ബെക്കിസ്ഥാൻ വിസ വളരെ സിമ്പിളായിട്ട് കിട്ടും, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ അതിൽ വലിയ റിപ്ലേസും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും വരാറില്ല, പെട്ടെന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് തജിക്കിസ്ഥാൻ വിസയാണ്. ഇതും അടിപൊളി വിസയാണ്, കാരണം ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കിട്ടിയ പോലെ വിസയും കൂടിയാണ് തജിക്കിസ്ഥാൻ. അതിൽ ടൂറിസ്റ്റ് വിസയ്ക്ക് 60 ഡേയ്സിന് $30 വരുന്നത്. www.evisa.gov.tj വേറൊരു സൈറ്റും കൂടി. ഈ സൈറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. ഈ സൈറ്റ് നിർബന്ധമായിട്ടും ഈ സൈറ്റാണ് പോകേണ്ടത്. ഇതിൽ പാസ്പോർട്ടും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഡോക്യുമെൻ്റ് വേണ്ടത് കവർ ലെറ്റർ, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ ലെറ്റർ വേണമെന്നില്ല, ഐറ്റിനറി. ആ കവർ ലെറ്റർ നിങ്ങൾ നെക്സ്റ്റ് കൺട്രീൻ്റെ വിസയും അതുപോലെ തന്നെ നെക്സ്റ്റ് കൺട്രീൻ്റെ പാസ്പോർട്ടൊക്കെ ജസ്റ്റ് അറ്റാച്ച് ചെയ്യുക. പാസ്പോർട്ടാണ് മാൻഡേറ്ററി ചോദിക്കുന്നത്. ഇത് അഡീഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തജിക്കിസ്ഥാൻ വിസ എങ്ങനെ എടുക്കുക എന്നുള്ളത് നിങ്ങൾ നോക്കുക. വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു വിസയാണ് തജിക്കിസ്ഥാനി വിസ. തജിക്കിസ്ഥാന് 2 സൈറ്റ് ഉണ്ട്, ശ്രദ്ധിക്കണം. അതിൽ visa.gov അല്ല നമുക്ക് എടുക്കേണ്ടത്, തജിക്കിസ്ഥാൻ ഇ വിസ എന്നുള്ളതാണ്. ഞാനത് ലിങ്കിൽ കൊടുക്കാം, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഫസ്റ്റ് കാണുന്ന തജിക്കിസ്ഥാൻ www.evisa.tj ആണ് നമ്മൾ അടിക്കേണ്ടത്. അതടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, സ്റ്റാർട്ട്, അപ്ലൈ, പേ, ഗെറ്റ്, ഇങ്ങനൊരു സംഭവം. ഈ ഒരു ഇൻ്റർഫറൻസ് വരും. അപ്പോൾ ആപ്ലിക്കേഷൻ ഡേറ്റ്, നമ്മൾ ആപ്ലിക്കേഷൻ ടൈപ്പ്, കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ്, അതുപോലെ തന്നെ നമ്മുടെ മെയിൽ. സാധാരണ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഉള്ള എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളും, നമ്മുടെ ട്രാവൽ ഡോക്യുമെൻ്റ് എന്താണെന്നുള്ളത്, പാസ്പോർട്ട് നമ്പർ, പാസ്പോർട്ട് എക്സ്പിറേഷൻ ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ കൊടുത്ത് നമുക്കിത് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ evisa.tj എന്നുള്ള സൈറ്റിലാണ് പോകേണ്ടത് എന്ന് വീണ്ടും അടിവരയിട്ട് പറയുന്നു. നമുക്കൊന്ന് ഫില്ല് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പാണ്, അതുപോലെ തന്നെ കൺട്രി ഓഫ് സിറ്റിസൺഷിപ്പ് ആണെങ്കിലും ആപ്ലിക്കേഷൻ ഏത് രാജ്യത്താണെങ്കിലും എല്ലാം നമ്മളങ്ങനെ. പിന്നെ GBAO പെർമിറ്റ് എന്നൊരു സംഭവമുണ്ട്, അവിടെ നമ്മൾ നോന്ന് കൊടുക്കുക. പർപ്പസ് ഓഫ് വിസിറ്റ് നമ്മൾ ടൂറിസം, പർപ്പസ് ഓഫ് വിസിറ്റ് വീണ്ടും കൊടുക്കുകയാണ് ടൂറിസം, സൈറ്റ് സീയിങ്, സിംഗിൾ എൻട്രിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് അതായത് $30 ഈ വിസക്ക് വരിക. നമ്മൾ അവസാനം പേയ്മെൻറ്റിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ വെറുതെ കൊടുക്കുകയാണ്. നമ്മൾ ഡീറ്റെയിൽ ആവശ്യമില്ലെങ്കിലും ചുമ്മാ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം വളരെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം. കാരണം ഇതായിരിക്കും നിങ്ങളുടെ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് അരോചകമായി തോന്നരുത്. നിങ്ങൾ ഓരോ വിസ ആപ്ലിക്കേഷൻസും നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് കിട്ടില്ല. എന്തെങ്കിലും മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വിസ നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു 2-3 മാസം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ അവിടെ എക്സിസ്റ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെസ്സേജ് വരും. അപ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തീർച്ചയായിട്ടും പിന്നീട് നമുക്കിത് അമെൻഡ് ചെയ്യാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അക്കാര്യം വളരെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കൊടുക്കുന്ന ഇമെയിൽ ഐഡിയും നിങ്ങൾ കൊടുക്കുന്ന ഈ പാസ്പോർട്ട് ഡീറ്റെയിൽസും നമ്മുടെ സർനെയിമും ഫസ്റ്റ് നെയിമും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. ഡീറ്റെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് ഓഫ് എൻട്രി ആണ്, നമ്മൾ എപ്പോഴാണ് തജിക്കിസ്ഥാനിൽ എത്തുക എന്നുള്ള ഡേറ്റ് നമ്മളൊന്ന് കൊടുക്കുക. അതുപോലെ തന്നെ അഡ്രസ്സ് ഇൻ തജിക്കിസ്ഥാൻ, നമ്മൾ അലി ഹോസ്റ്റലിലാണ് താമസിച്ചത് ദുഷാംബയിൽ, തജിക്കിസ്ഥാൻ. അവിടുത്തെ ഡീറ്റെയിൽ കൊടുക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമുക്ക് booking.com എന്ന് ഫ്രീ ക്യാൻസലേഷനിൽ റൂമൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഒന്ന് ആദ്യമേ ബുക്ക് ചെയ്തതിനാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നമുക്ക് റിസർവേഷൻ ഡീറ്റെയിലൊക്കെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺഫേം ചെയ്യുക. ഐ ആം നോട്ട് റോബോട്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞുതരും. മോട്ടോർ സൈക്കിളുള്ള എല്ലാ സ്ഥലത്തും ക്ലിക്ക് ചെയ്യുക. അത് ഓരോരോ ക്വസ്റ്റ്യൻ ആയിരിക്കും, നമ്മൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അവസാനം ഐ ആം നോട്ട് റോബോട്ട് എന്ന് അവർക്ക് മനസ്സിലാവും. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു. പിന്നെ ഇവിടെയാണ് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട സ്ഥലങ്ങൾ വരുന്നത്. ഇതിൽ നമുക്ക് പാസ്പോർട്ട്, നമ്മുടെ ഫോട്ടോ വേണമെന്നില്ല, പാസ്പോർട്ട് കൊടുക്കുക. പിന്നെ അഡീഷണൽ ഡോക്യുമെൻ്റായിട്ട് നമ്മളിവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനിലാണ്. എന്നിരുന്നാൽ ഏറ്റവും ബെസ്റ്റ് ഞാനിവിടെ ഒരു ഐറ്റിനറി ഉണ്ടാക്കിയിട്ടുണ്ട്, 5 days ഐറ്റിനറി. ദുഷാംബിലെത്തുന്നത്, പാമിൽ ഹൈവേയിൽ താമസം, റിട്ടേൺ ടു ദുഷാംബെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ഒരു ഐറ്റിനറി നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് നിങ്ങൾ അത് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഉസ്ബെക്കിസ്ഥാൻ വിസ, മറ്റുള്ള വിസകളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളൊരു കവർ ലെറ്റർ, എന്തിനാണ് വിസ കൗൺസിലറിന് അപ്ലൈ ചെയ്യുന്നത്, നമ്മുടെ ഡീറ്റെയിലൊക്കെ വെച്ചിട്ട് നമ്മുടെ ട്രാവൽ പ്ലാനും അതുപോലെ തന്നെ മറ്റുള്ള വിസയും, ഇതിൽ തന്നെ തജിക്കിസ്ഥാൻ ഐറ്റിനറി ഉണ്ട്, അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ വിസയുണ്ട്, റിട്ടേൺ ടിക്കറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് വിസ കിട്ടും. അപ്പം ഇതൊക്കെ അറ്റാച്ച് ചെയ്ത് അഡീഷണൽ ഡോക്യുമെൻറ്റിൽ ഇതൊക്കെ അറ്റാച്ച് ചെയ്ത് നേരെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ ചൂസ് പാസ്പോർട്ട് ഡോക്യുമെൻ്റ് എന്നുള്ളതിൽ നമുക്കറിയാലോ, ഓരോന്നിലും എടുക്കുക, അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ അഡീഷണൽ ഡോക്യുമെൻറ്റിൽ മറ്റുള്ള ഡോക്യുമെൻറ്റിലൊക്കെ അപ്ലോഡ് ചെയ്യുക.
നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുത്തിട്ട് പോവാണ്. പിന്നെ ഇതിൽ $30 വരുന്നുണ്ട്. ആ $30 ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇവിടെ സെറ്റാണെന്നുള്ളത് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി വെയിറ്റിംഗ് വന്ന് ഇവിടെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ഇങ്ങനെ വരിക, നമ്മുടെ കാർഡും മറ്റു കാര്യങ്ങളും. അതായത് 3 പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. ടോട്ടൽ $30 പറഞ്ഞു. നമ്മുടെ കാർഡ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അയക്കുക. വിസ കാർഡ് ആണെങ്കിൽ വിസ കാർഡ്, അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് ആണെങ്കിൽ മാസ്റ്റർ കാർഡ്, അത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. വിസ നമുക്ക് കിട്ടും. വിസ എന്നുള്ളത് ഇങ്ങനെയാണ് ഉണ്ടാകുക. നമ്മൾ 60 days ഡ്യൂറേഷൻ ഉണ്ട് ഈ തജിക്കിസ്ഥാൻ വിസക്ക്. നമുക്ക് 60 ദിവസം വരെ തജിക്കിസ്ഥാനിൽ താമസിക്കാൻ പറ്റും $30. തജിക്കിസ്ഥാൻ വിസയും കിർഗിസ്ഥാൻ വിസയും ഉസ്ബെക്കിസ്ഥാൻ വിസയും ഒക്കെ എങ്ങനെ എടുക്കണം എന്നുള്ളത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കിട്ടി. നിങ്ങളുടെ യാത്ര ഇതനുസരിച്ച് പ്ലാൻ ചെയ്ത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ, വീണ്ടും നാട്ടിലേക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ കസാക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തജിക്കിസ്ഥാൻ പ്ലാൻ ചെയ്യാം. അല്ലെങ്കിൽ തജിക്കിസ്ഥാനിലേക്ക് ആദ്യം വന്ന് ഉസ്ബെക്കിസ്ഥാൻ വന്ന് കസാക്കിസ്ഥാൻ നാട്ടിലേക്ക് പോകുന്ന രീതിയിലും പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കൺവീനിയൻറ്റ്, നമ്മളിങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. ഒരു റൗണ്ട് ട്രിപ്പ് പോലെ കസാക്കിസ്ഥാൻ വന്ന് കിർഗിസ്ഥാൻ പോയി, കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ പോയി, ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ വന്ന്, തജിക്കിസ്ഥാനിൽ നിന്ന് വീണ്ടും ഉസ്ബെക്കിസ്ഥാൻ വന്ന്, ഉസ്ബെക്കിസ്ഥാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റിന് വന്ന്. അതായത് കസാക്കിസ്ഥാൻ നിന്ന് കിർഗിസ്ഥാൻ പോയത് ബൈ റോഡാണ്, കിർഗിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ പോയതും ബൈ റോഡാണ്, ഉസ്ബെക്കിസ്ഥാൻ തജിക്കിസ്ഥാൻ പോയതും ബൈ റോഡാണ്. തജിക്കിസ്ഥാൻ നമ്മൾ താഷ്കന്തിലേക്ക് വന്നത് ബൈ ഫ്ലൈറ്റ്, അവിടെ നാട്ടിലേക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഒരുപാട് ഫ്ലൈറ്റ് ടിക്കറ്റ് പൈസ നമുക്കിവിടെ ലാഭിക്കാൻ പറ്റും. 1000-500 രൂപക്കാണ് നമ്മളോരോ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ നടന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ അക്കോമഡേഷൻ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുണ്ട്. നമുക്ക് പതിയെ പറയാം. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. സെൻട്രൽ ഏഷ്യൻ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവരിലേക്ക് ഒരുപാട് ഉപകാരമാകുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.